talking about failure, success, അതിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് ഐ വാണ്ട് ആസ്ക് യു, ഫെയിലിയർ നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും, സക്സസും കുറെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും. അതേപോലെ വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ഫെയിലിയർ ആൻഡ് സക്സസ്? ഭയങ്കര സിമ്പിൾ ആയിട്ട് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഇതെല്ലാം ഇപ്പൊ ഈ ചോദിച്ച സെക്കൻഡ് ഈ മൊമെന്റ് കഴിഞ്ഞു ഇതൊന്നും ലാസ്റ്റ് ചെയ്യില്ല. ഈ സക്സസും ഫെയിലിയറും ഒന്നും തന്നെ, കാരണം ഇതൊന്നും നിലനിൽക്കില്ല. സക്സസ് ആയിക്കോട്ടെ, ഒരു നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടാകും സിനിമ, ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ പുള്ളി ഹിറ്റ് ഒരു സാധനം, കമൽഹാസൻ സാറിന് പുള്ളി എത്രയും എക്സൈറ്റഡ് ആയിട്ട് പോയി, ആ മൊമെന്റ് കഴിഞ്ഞു, ഇറ്റ്സ് ഓവർ. അതുപോലെയാണ് സക്സസും ഫെയിലിയറും ഒക്കെ, അത് പെട്ടെന്ന് കഴിയും. ബട്ട് ഇത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. എസ്പെഷ്യലി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ they get stuck there. A lot of people get stuck. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 19 വയസ്സ് 20 വയസ്സിൽ അച്ഛനായിട്ടുള്ള ചെറിയ പ്രശ്നം കാരണം പുറത്താക്കപ്പെട്ട് നിന്ന സമയത്ത് ഞാൻ കുറച്ചു കാലം ഒരു മാൻഷനിലൊക്കെ ചെയ്ത് ഞാനൊരു കോൾ സെന്ററിൽ ജോലി ചെയ്ത് അതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് ഗെറ്റ് സ്റ്റക്ക് ഹിയർ. കാരണം ലൈഫ് വിൽ മൂവ് ഓൺ. എനിക്ക് ജീവിതത്തിൽ നല്ലത് സംഭവിക്കും. ഞാൻ ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2 കൈയും കാലും ഉണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ അത്യാവശ്യം +2 വരെ പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം എനിക്ക് ഇംഗ്ലീഷ് അറിയാം. സോ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ എ കോൾ സെൻറ്റർ. ഇവിടെ നിന്ന് എനിക്ക് മുന്നോട്ട് ഇവിടെ തന്നെ ഞാൻ ജീവിക്കേണ്ടി വരില്ല. അങ്ങനെ ജീവിക്കേണ്ടി വന്നാൽ എനിക്ക് പരാതിയില്ല. ബിക്കോസ് അവിടെ എത്രയോ മനുഷ്യന്മാർ ആ മാൻഷനിൽ ജീവിക്കുന്നുണ്ട്. ഡ്രൈവർമാരുണ്ട്, സരവണ ഭവനിലെ വെയിറ്റർമാരുണ്ട്. ഇവിടെ ഞാൻ ജോലി താമസിക്കണം, എത്രയോ മാസങ്ങൾ ഞാൻ അവിടെ നിൽക്കുന്നു. രാവിലെ 5 മണി തൊട്ട് 6 മണി വരെ അവിടെ വെള്ളം വരുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞ സ്ഥലമൊക്കെ എനിക്കറിയാം. ആ മാൻഷനൊക്കെ എന്ന് പറയുന്നത് 500 രൂപയാണ് ഞാൻ താമസിച്ച മാൻഷനിൽ. ഓക്കെ, അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ താമസിക്കുമ്പോൾ രാവിലെ 5 മണി തൊട്ട് 6 മണി വരെ ഈ പറയുന്ന വെള്ളം വരുന്ന ഈ സമയം, അന്ന് വാട്ടർ സ്കാസിറ്റി ഭയങ്കരമായിട്ടുള്ള സമയമാണ് ചെന്നൈയിൽ. അപ്പോൾ ഈ സമയത്ത് വേണം നമ്മൾ ബാക്കിയുള്ള രാവിലത്തെ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നടത്താൻ. അപ്പോൾ 30-40 പേരൊക്കെയാണ് ഒരു ഇതിനകത്ത് താമസിക്കുന്നത്, ഒരു ഫ്ലോറിൽ. ഈ 40 പേരൊക്കെയാണ് ബക്കറ്റും മകം പിടിച്ച് നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്നത്. അപ്പം ഞാൻ അതിന് ഒരു മാസം മുന്നേ വരെ ഞാൻ മറ്റേ ശ്രീനിവാസന്റെ മോനായിട്ട് വലിയ വീട്ടിൽ താമസിച്ചിരുന്ന ഞാൻ ബക്കറ്റും മകം പിടിച്ചിട്ട് രാവിലെ 1 മണിക്കൂറിൽ വെള്ളം വരുന്ന അവസ്ഥയിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എത്ര കാലം ഞാൻ ഇതുപോലെ ബക്കറ്റും മകം പിടിച്ചു നോക്കുമ്പോൾ എൻ്റെ മുന്നിൽ 30-40 പേര് നിൽക്കുകയാണ്. അതേപോലെ മനുഷ്യന്മാരല്ലേ. അപ്പം ഞാൻ ആലോചിച്ചു, ഇവിടെ സ്റ്റക്കാനെന്താ, ഞാൻ കുറേ മനുഷ്യന്മാരോടല്ലേ നിൽക്കുന്നേ. അവരൊക്കെ നിൽക്കില്ല, അവരൊക്കെ ജോലിയില്ലേ അവരുടെ കുടുംബത്തിന് വേണ്ടി, ഇതിനു വേണ്ടി സർവൈവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ച് എനിക്ക് അപ്പോൾ ആരും കുടുംബം നോക്കണ്ട. അവരവർ ചേട്ടൻ്റെ കാര്യം ചേട്ടൻ നോക്കിക്കോളൂ, അച്ഛൻ്റെ കാര്യം നോക്കിക്കോളൂ, എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ സമാധാനമുണ്ട്. അവിടെ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ലൈഫ് ഡസൻറ്റ് ഗെറ്റ് സ്റ്റക്ക്. ഒരു സ്ഥലത്തും ഒരു പോയിന്റിലും ലൈഫ് സ്റ്റക്ക് അൺലെസ് യു ഡിസൈഡ്. നമ്മളാണ് സ്റ്റക്കായി പോകുന്നത്. ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു സാധനം ചെയ്യാൻ അടുത്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. What a beautiful message, ധ്യാൻ. അല്ല, ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, നമ്മളാണ് സ്റ്റക്ക് ആവുന്നത് ഒരു ഫെയിലിയർ. Seriously, that's first of all, your life is so inspiring. Yes. Because you've gone through so many ups and downs. ഇപ്പം മാൻഷനിൽ ജീവിക്കുമ്പോ ഇഫ് യു ഓൾവേസ് അങ്ങനത്തെ ഒരു ലൈഫ് ജീവിക്കുന്ന ഒരാൾ അവിടെ ജീവിക്കുന്നതും ഒരു ലക്ഷറിയസ് ലൈഫ്